ഈ അധ്യാപകരും ഉസ്താദുമാരും ഒക്കെ അടങ്ങുന്ന ഒരു പൊതുസമൂഹം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അവരുടെ മുകളിൽ പ്രവർത്തിക്കുന്ന മറ്റ് ചിലരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പോലീസിലൊക്കെ ഇടയ്ക്ക് കുറ്റകൃത്യം ചെയ്യുന്ന പോലീസുകാരെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കുറേ പേരെ പുറത്താക്കി, അല്ലെങ്കിൽ തുടർച്ചയായി കുറ്റവാളികളാകുന്ന പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടി ഒരു നടപടിയെടുക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിറ്റിക്കലി സെലക്റ്റീവായി പോകുന്നിടത്താണ് അത് പരാജയപ്പെടുന്നത്. സത്യത്തിൽ അത്തരം ചില കാര്യങ്ങൾ വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കുറുന്തോട്ടിക്ക് വാദം വരിക എന്ന് പറയുന്നത് പോലെ കടുത്ത നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ചില സംഗതികൾ ഉണ്ടാക്കുക. ഞാനിത് പറഞ്ഞത് വേറൊന്നുമല്ല. ഇന്നൊരു വാർത്ത കണ്ടു. മലപ്പുറത്ത് ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ കൈ തല്ലിയങ്ങ് ഓടിച്ചു. എന്താ പറയുക? ഞാൻ ചിരിച്ചത് ആ മനോരോഗത്തിൻ്റെ സംഗതി ഓർത്താണ് ചിരിച്ചത്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൈ അയാളുടെ ഒരു വാശിക്ക് അടിച്ചങ്ങ് ഓടിച്ചു കളഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദിൻ്റെ വാർത്ത വന്നത്, ഞാനൊക്കെ അതിനെ ഈ അടിക്കണം, വേണമെങ്കിൽ ശിക്ഷിക്കണം എന്നൊക്കെ പറയുന്ന പക്ഷത്ത് നിൽക്കുമ്പോൾ തന്നെ ഇല്ല മത്തി വരയുന്നത് പോലെ അറഞ്ചം പുറഞ്ചം അങ്ങ് അടിക്കുക എന്ന് പറഞ്ഞാൽ, അതിന് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവരവരുണ്ടാക്കിയിട്ട് അടിച്ചാൽ പോലും അങ്ങനെ ഉണ്ടാക്കി എന്ന് പറയുന്ന അവകാശം പോലും ഇന്ന് നിലവിലില്ലാത്ത കാലത്താണ് ജീവിക്കുന്നത്. നിന്നിലൂടെ ഉണ്ടാക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫിലോസഫി, അതിൻ്റെ ദാർശനികത, അതിൻ്റെ ആത്മീയത. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കളാണെങ്കിൽ പോലും ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിൻ്റെ ഒരു ലക്ഷ്യമില്ലേ? ആ ചെയ്യുന്നത് എന്താണെന്നൊരു ബോധ്യം വേണ്ടേ? അല്ലാതെ ഒരു തരം ഭ്രാന്ത് പോലെ അങ്ങോട്ട് ഇളകി അങ്ങോട്ട് അടിച്ച് തകർത്ത് തീർക്കാമെന്നൊക്കെ വിചാരിക്കുന്ന ചില രക്ഷകർത്താക്കളും ഉണ്ട് കൂട്ടത്തിൽ. അതുപോലെ ചില മനോരോഗികളായ അധ്യാപകരും ഉസ്താദുമാരും ഒക്കെ ഉണ്ട്. സത്യത്തിൽ അതൊക്കെ ഉണ്ടാക്കുന്നത് റിവേഴ്സ് ഇമ്പാക്റ്റാണ്. റിവേഴ്സ് ഇമ്പാക്റ്റാണ് അതൊക്കെ സൃഷ്ടിക്കുന്നത്. എന്ന് വെച്ചാൽ അത് കുട്ടികൾക്കിടയിൽ കടുത്ത ഭയവും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നതിന് കാരണമാവും അവൻ്റെ വ്യക്തിത്വത്തിൽ. പിന്നെ കടുത്ത ആക്രമണവാസന ഉണ്ടാക്കും. ഇതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തതാണ്. എന്ന് വെച്ചാൽ അതൊരു റിവെഞ്ച് പോലെ അവൻ്റെ മനസ്സിൽ ആ മുറിവ് ഒരു പ്രതികാരമായി മാറും. ചൈൽഡ് സൈക്കോളജിയിലൊക്കെ അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. എന്ന് വിചാരിച്ച് ഒരാൾക്കൊരു നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കരുത്, അല്ലെങ്കിൽ ഒരു ചെറിയ പണിഷ്മെൻറ്റ് കൊടുക്കരുത്, അല്ലെങ്കിൽ ഒരു കൊച്ചടി കൊടുക്കരുത് എന്നൊക്കെ ഉള്ളതല്ല. പിന്നെ അതുപോലെ തന്നെ അത് ഉറക്കമില്ലായ്മ, വിഷാദ രോഗത്തിലേക്കൊക്കെ അത് വഴിമാറും. അത് മാനസികമായ തകർച്ചയ്ക്ക് കാരണമാകും. അതുകൊണ്ട് നിങ്ങളുടെ പെരുപ്പ് മൊത്തം തീർക്കാനുള്ളതല്ല ഈ കുട്ടികൾ എന്ന് മാത്രമല്ല, കുട്ടികളിൽ നമ്മൾ സാധാരണ പറയത്തില്ലേ, അതോറിറ്റി ബൈ നോളജ് ആൻഡ് അതോറിറ്റി ബൈ പവർ എന്ന് പറയും. ഞങ്ങൾ മാനേജ്മെൻറ്റ് പഠിച്ചപ്പോൾ പഠിച്ച രണ്ട് വാക്കാണ് അതോറിറ്റി ബൈ നോളജ്, അതോറിറ്റി ബൈ പവർ. ഈ അതോറിറ്റി ബൈ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അറിവ് കൊണ്ട് ഒരു മനുഷ്യൻ ഒരു മാനേജ്മെൻറ്റ് ടീമിൽ, അത് ക്ലാസ് റൂമിലും അങ്ങനെ തന്നെ, കുട്ടികളുടെ മേൽ സ്ഥാപിക്കുന്ന ഒരു തരം മാനസികമായ ഒരു കൺട്രോളാണ് ഈ സംഗതി എന്ന് പറയുന്നത്, അതോറിറ്റി ബൈ നോളജ്. രണ്ടാമത്തത് അതോറിറ്റി ബൈ പവർ. അത് മാനേജ്മെൻറ്റിലൊക്കെ എങ്ങനെയാണ്? ഞാൻ CEO ആണ്, ഞാൻ പറയുന്ന എന്ത് മണ്ടത്തരവും നിങ്ങൾ അംഗീകരിച്ചോണം, അല്ലെങ്കിൽ ഞാൻ വലിയ പിന്നെ അധികാരമുള്ള ആളാണ്, ഞാൻ രാഷ്ട്രീയ നേതാവിൻ്റെ ബന്ധുവാണ്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങൾ സഹിച്ചോണം എന്ന് പറയുന്ന പോലെ എനിക്ക് അടിക്കാൻ അവകാശമുള്ള പോസ്റ്റിലാണ് ഞാൻ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അടിക്കുന്ന അടി മൊത്തം കൊണ്ടുകൊള്ളണം എന്ന് കരുതുന്ന മനോരോഗം ഒരു വല്ലാത്ത സൂക്കേടാണ്. ഒരു ഭയമുണ്ടാക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. എന്ത് ഭയമാണ്? ഈ പറഞ്ഞ സാറിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഉസ്താദിൻ്റെ മുന്നിൽ പഠിച്ചുകൊണ്ട് ചെല്ലണം, ഇല്ലെങ്കിൽ ഉസ്താദ് വഴക്ക് പറയും, ഇല്ലെങ്കിൽ ഉസ്താദ് എന്നോട് സ്നേഹം കുറയും, അതുകൊണ്ട് ഉസ്താദിൻ്റെ അല്ലെങ്കിൽ അധ്യാപകൻ്റെ ഒരു നല്ല കുട്ടിയായി എനിക്ക് മാറണം, അതിന് നല്ല കൃത്യമായി പഠിക്കണം. അതിന് പകരം ഒരുതരം ഭീകരമായ സംഗതി, കയ്യിലിരിക്കുന്ന വടിയും കയ്യുമൊക്കെ ഒരു തോക്കും ബോംബും പോലൊക്കെ ആക്കി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സൂക്കേടാണത്. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കൈ ഒടിച്ചു, അതിൻ്റെ വാർത്തയൊന്ന് കേട്ടു നോക്കൂ. ഈ അധ്യാപകൻ ബൽരാജ്, ഇയാൾക്കെതിരെ കൂടുതൽ പരാതികളുണ്ട്. അടികിട്ടിയ വിദ്യാർത്ഥിയുടെ സഹപാഠിക്കും നേരത്തെ ഇതേ അധ്യാപകനിൽ നിന്ന് അടിയേറ്റിട്ടുണ്ട്. അധ്യാപകനെ പേടിയാണെന്ന് വിദ്യാർത്ഥി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എല്ലാവരും അടിക്കലുണ്ട്, ക്ലാസ്സിൽ എല്ലാവരും അടിക്കലുണ്ട്. അപ്പോൾ ഒരു കുട്ടീനെ അടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ആ മുട്ടായി മേടിച്ചുതരാം, അത് മേടിച്ചുതരാമെന്ന് പറഞ്ഞിട്ട് സാറോളെ ഇതാക്കുക, കൊഞ്ചിപ്പിക്കുക. അങ്ങനെ ആക്കിയപ്പോൾ ഓൾക്ക് കൈ അനക്കാൻ പറ്റിയിട്ടില്ല, ചെറിയ വെല്ലിന്ന് അനക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ആൾക്കൊരു ദിവസം അടിയും കിട്ടിയിരുന്നു. മാർജ് വരിക്കായിട്ട് ആ അതിന് കിട്ടി. ഈ കൈൻ്റെ ഉള്ളനടിയിൽ അടിച്ചപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. ഇങ്ങനെ കൈ വീർത്തിന്നുണ്ട്. ഇങ്ങനെ മറ്റു കുട്ടികളെ അടിക്കാറുണ്ടോ? ആ കുട്ടികളൊക്കെ എല്ലാം അടിച്ചിട്ടുണ്ട്. മോളെ കൂട്ടുകാരിയെ അടിക്കുന്ന മോള് കണ്ടതാണ്.
എങ്ങനെയാ അടിച്ചേ? ബാക്കിൽ ഓളിങ്ങനെ എഴുതിയെന്ന് അതിൽ ബാക്കിൽ ചൂരലുണ്ട് കൊണ്ടിട്ട് ഒറ്റ അടി. അപ്പോൾ കൈ ഇങ്ങനെ വീർത്തിന്ന് നല്ല ഉണ്ടപ്പക്കൂർ കൈ ആയിരുന്നേ. പിന്നെ സാറ് കുറച്ച് ഉഴിഞ്ഞപ്പോഴാണ് അത് ഭേദമായത്, കുറച്ച് കുറവായത്. ക്ലാസ്സിൽ വരുമ്പോൾ അങ്ങനെ ഒരു പേടി അങ്ങനെയൊക്കെ ഉണ്ടോ? പേടിയൊക്കെ തോന്നാറുണ്ടോ? ആ, പേടിയൊക്കെ തോന്നാറുണ്ട്. ഓൾക്കല്ല പേടി ഉണ്ടാവുന്നുണ്ട്. കേട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. വേറെ കുഞ്ഞുങ്ങളെയും ഇതുപോലെ ചെയ്തിട്ടുണ്ടത്രേ. ഇതാണ് സ്ഥിതി. ഞാനിതിൻ്റെ മുകളിലുള്ള കാര്യം പറഞ്ഞത് എന്താണെന്നറിയോ? ഇതുപോലെ അധ്യാപകരുടെ ഇടയിലും ഉള്ളവരെ, ഉസ്താദന്മാരുടെ ഇടയിലുള്ള മനോരോഗികളെയൊക്കെ അതിൻ്റെ മുകളിലുള്ളവർ കണ്ടെത്തി അവരെ ആ പണിയിൽ നിന്ന് പറഞ്ഞു വിടണം. ഹെഡ് മാസ്റ്റർ റിപ്പോർട്ട് കൊടുക്കണം, ഇത് കുഴപ്പമാണ്, അല്ലെങ്കിൽ അയാളെ മുറിയിൽ കയറ്റണം, അല്ലെങ്കിൽ അയാളെ കൗൺസിലിങ്ങിന് വിടണം. അല്ലാതെ ഈ മനോരോഗം മുഴുവനൂടെ കുഞ്ഞുങ്ങളുടെ പുറത്ത് തീർത്താൽ അത് വല്ലാത്തൊരു സംഗതിയാണ്. ഇത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അടിക്കരുത് എന്നല്ലല്ലോ. നമ്മളിപ്പോൾ ആഹാരത്തിന് ഉപ്പിടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉപ്പ് മൊത്തവും കൂടെ വാരി അങ്ങിടണം എന്നാണോ? എല്ലാത്തിനും ഒരു പരിവവും പരിവക്കേടും ഇല്ലേ? ഈ ഉസ്താദ് അടിച്ചെന്ന് പറഞ്ഞ പയ്യൻ്റെ വീഡിയോ എനിക്കൊരാളെടുത്ത് അയച്ചു തന്നു. ഞാൻ ഞെട്ടിപ്പോയി കണ്ടിട്ട്. അത് കണ്ടാൽ എങ്ങനെ ആളുടെ നിയന്ത്രണം വിടാതിരിക്കും ആ വീഡിയോ സത്യമാണെങ്കിൽ? അതുപോലെയാണ് അടിക്കുക എന്ന് പറഞ്ഞാൽ അടിച്ച് കൈ അങ്ങ് ഒടിക്കുക എന്നാണോ അതിൻ്റെ അർത്ഥം? ഒരു ഒരു വടിയെടുത്ത് കയ്യിലൊരു അടി കൊടുത്തു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി കൊടുത്തു. അതിന് പകരം അടിച്ചങ്ങ് ഒടിച്ചിട്ട്, അല്ലെങ്കിൽ പിള്ളേർ മൊത്തം അങ്ങ് ചീത്തയായി പോവും, അടിച്ചുകൊണ്ട് എല്ലാവരും അങ്ങ് നന്നായി പോവും എന്നൊക്കെ വിശ്വസിക്കുന്നത് അബദ്ധജടിലമായ ചിന്തകൾ കൂടിയാണ്. അതിനെ അറുതി വരുത്തിയേ മതിയാവും.